ഈ കൊറോണ കാലത്ത് പൾസ് ഓക്സിമീറ്റർ എന്ന് കേൾക്കാത്തവരായി ആരും ഉണ്ടാകില്ല. നിങ്ങൾ പലരും അത് ഉപയോഗിക്കുന്നുണ്ടാകും. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഒരു പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതിൻ്റെ പ്രവർത്തന തത്വം എന്താണ്, ഒരു ഒറിജിനൽ നല്ല ഒരു പൾസ് ഓക്സിമീറ്റർ എങ്ങനെ കണ്ടെത്താം തുടങ്ങിയ കാര്യങ്ങളാണ്. ഹായ്, ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി. ഡെൻ സ്റ്റോറീസിലേക്ക് സ്വാഗതം. നാം ശ്വസിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൽ എത്തുന്ന ഓക്സിജൻ രക്തത്തിലൂടെയാണ് നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളിലേക്കും എത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു സമയത്ത് നമ്മുടെ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേരുകയും ഓക്സി ഹീമോഗ്ലോബിനായി മാറുകയും ചെയ്യും. ഇത്തരത്തിൽ ഓക്സിജനുമായി കൂടിച്ചേരാത്ത ഹീമോഗ്ലോബിനെ ഡിയോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയും. ഇത്തരത്തിലൊരു പ്രത്യേക സമയത്ത് എത്ര ശതമാനം ഹീമോഗ്ലോബിൻ ഓക്സിജനാൽ സാച്ചുറേറ്റഡ് ആണ് എന്നതാണ് ഈ ഓക്സിജന്റെ സാച്ചുറേഷൻ അളവ് കാണിക്കുന്നത്. അതായത് ഒരു 10 ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഉണ്ടെങ്കിൽ അതിലൊരു 5 എണ്ണം ഓക്സിജനാൽ സാച്ചുറേറ്റഡ് ആണെങ്കിൽ അവിടെ ഓക്സിജന്റെ സാച്ചുറേഷൻ 50%. എന്നാൽ 10 ഹീമോഗ്ലോബിൻ മോളിക്യൂളും ഓക്സിജനാൽ സാച്ചുറേറ്റഡ് ആണെങ്കിൽ അവിടെ ഓക്സിജന്റെ സാച്ചുറേഷൻ 100%. ഇതാണ് സിമ്പിളായി പറഞ്ഞാലുള്ള ഓക്സിജന്റെ സാച്ചുറേഷൻ. സാധാരണ നമ്മുടെ ഹോസ്പിറ്റലുകളിലെല്ലാം മുൻകാലങ്ങളിൽ പല ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളപ്പോൾ ഓക്സിജൻ്റെ അളവ് കണക്കാക്കിയിരുന്നത് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ടെസ്റ്റിലൂടെ ആയിരുന്നു. അതായത് നമ്മുടെ ശരീരത്തിലെ ശുദ്ധരക്തം ഒഴുകുന്ന ആർട്ടറികളിൽ നിന്നും ബ്ലഡ് എടുത്തിട്ടായിരുന്നു ഇത് കണ്ടെത്തിയിരുന്നത്. ഇപ്പോഴാണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു കയ്യിൽ ഘടിപ്പിച്ച ഒരു ഇൻസ്ട്രുമെൻ്റ് കാണാം, അതിൽ നിന്ന് ഒരു വയറ് പോകുന്നത് കാണാം. ഇതൊരു തരം പൾസ് ഓക്സിമീറ്റർ തന്നെയാണ്. ഈ ഒരു കൊറോണ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫിംഗർ ടിപ്പ് പൾസ് ഓക്സിമീറ്ററുകളാണ്. ഈ ഫിംഗർ ടിപ്പ് പൾസ് ഓക്സിമീറ്റർ വെച്ച് നമുക്ക് ഓക്സിജന്റെ സാച്ചുറേഷനും അതുപോലെ നമ്മുടെ ഹാർട്ട് റേറ്റും കണക്കാക്കാനാകും. സാധാരണ നമ്മുടെ ഓക്സിജന്റെ സാച്ചുറേഷൻ 95-നും 100-നും ഇടയിലായിരിക്കും. അത് 94-ന് താഴെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറവാണെന്ന് എല്ലാവർക്കും അറിയാം. അത് 90-ന് താഴെ പോവുകയാണെങ്കിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്, നിർബന്ധമായും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്നാണ് അർത്ഥം. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഹാർട്ട് റേറ്റ് പൊതുവെ 60-നും 100-നും ഇടയിലായിരിക്കും. എന്നാൽ ഉറങ്ങുന്ന സമയങ്ങളിൽ കുട്ടികളിലൊക്കെ ഇത് ചെറിയ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുട്ടികളിൽ നമ്മൾ ഓക്സിജൻ്റെ അളവ് പരിശോധിക്കുകയാണെങ്കിൽ ചില സമയത്ത് കിട്ടുകയില്ല. അപ്പോൾ ഇതിനായിട്ട് കുട്ടികളുടേതായ ഓക്സിജൻ സാച്ചുറേഷൻ അളക്കാനുള്ള പൾസ് ഓക്സിമീറ്ററുകൾ ലഭ്യമാണ്. ലൈറ്റ് അബ്സോർപ്ഷൻ അഥവാ പ്രകാശത്തിൻ്റെ ആഗിരണം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പൾസ് ഓക്സിമീറ്റർ പ്രവർത്തിക്കുന്നത്. അതായത് ഓരോ വസ്തുവും പ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന രീതിയും അളവും വ്യത്യസ്തമായിരിക്കും. അതായത് ചില വസ്തുക്കൾ പ്രകാശത്തെ ഒട്ടും ആഗിരണം ചെയ്യാതെ മുഴുവനായും കടത്തിവിടും. എന്നാൽ ചില വസ്തുക്കൾ അതിനെ മുഴുവനായി ആഗിരണം ചെയ്യും. നമ്മുടെ ശരീരം പോലുള്ള ട്രാൻസ്ലൂസൻ്റ് ആയ വസ്തുക്കൾ കുറച്ച് പ്രകാശത്തെ ആഗിരണം ചെയ്യുകയും ബാക്കിയുള്ളവയെ കടത്തിവിടുകയും ചെയ്യും. സിമ്പിളായി പറഞ്ഞാൽ ഈ ഒരു കാര്യമാണ് പൾസ് ഓക്സിമീറ്ററിലും ഉള്ളത്. അതിൽ ഒരു ചുവപ്പ് പ്രകാശവും അതുപോലെ ഒരു ഇൻഫ്രാറെഡ് പ്രകാശവും ഉണ്ട്. ഇൻഫ്രാറെഡ് പ്രകാശം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ കയ്യിൽ അത് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ അത് രക്തം ഒഴുകുമ്പോൾ ഓക്സിജൻ അടങ്ങിയ ഹീമോഗ്ലോബിൻ ഇൻഫ്രാറെഡ് പ്രകാശത്തെയാണ് ആഗിരണം ചെയ്യുന്നത്. എന്നാൽ ഓക്സിജൻ ഇല്ലാത്ത ഡിയോക്സി ഹീമോഗ്ലോബിൻ ആണെങ്കിൽ ചുവന്ന പ്രകാശത്തെയാണ് ആഗിരണം ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് ബാക്കി വരുന്ന പ്രകാശത്തെ ഒരു ഫോട്ടോ ഡിറ്റക്ടർ മനസ്സിലാക്കുകയും അതിന് കണക്കുകൾ അനുസരിച്ച് നമുക്കൊരു വാല്യൂ തരികയുമാണ് ഇതിൽ ചെയ്യുന്നത്. ഒരു പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു വിരലിലാണ്, മിഡിൽ ഫിംഗറിലാണ് ഇത് ഘടിപ്പിക്കേണ്ടത്. കാരണം ഈ ഭാഗത്തൂടെ റേഡിയൽ ആർട്ടറിയും ഇതിലൂടെ അൾനാർ ആർട്ടറിയും കടന്നു പോകുന്നുണ്ട്. അതിവിടെ വെച്ചൊരു ആർക്ക് ഫോം ചെയ്യുകയും അതിനാൽ ഈ വിരലിലാണ് ഏറ്റവും കൂടുതൽ രക്തയോട്ടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ഈ ഒരു ഫിംഗറിൽ തന്നെ പൾസ് ഓക്സിമീറ്റർ ഘടിപ്പിക്കാനായി നമുക്ക് ശ്രദ്ധിക്കാം. ഇതിൻ്റെ പുറകിലായിട്ട് 2 ബാറ്ററി ഇടേണ്ട ആവശ്യമുണ്ട്. ഇതിനോട് ഒരു ക്ലിപ്പ് ഉണ്ട്. ഈ ഒരു പ്ലേസിൽ നമ്മൾ ഈ ഫിംഗർ വെച്ചതിന് ശേഷം ഇത് ഓണാക്കുക. ഓണാക്കി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ 98 എന്നുള്ള വാല്യൂ ഓക്സിജൻ്റെ സാച്ചുറേഷൻ്റെ അളവ് കാണിച്ചു. അതുപോലെ 80 എന്നുള്ള വാല്യൂ ഹാർട്ട് റേറ്റും കാണിച്ചു. അപ്പം നമ്മൾ ഇത് അളക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വല്ല ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം സമാധാനമായിരുന്ന് കൈകളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇത് പരിശോധിക്കാൻ. അതുപോലെ കൈകൾ തണുത്ത അവസ്ഥയിലുള്ളപ്പോൾ ഇത് പരിശോധിക്കാൻ പാടില്ല.
അതുപോലെ കൈകളിൽ നെയിൽ പോളിഷ്, മെഹന്തി അല്ലെങ്കിൽ ടാറ്റു ഇവയൊക്കെ ഉള്ള സമയങ്ങളിലാണെങ്കിലും അത് ഇതിൻ്റെ ലൈറ്റിൻ്റെ അബ്സോർപ്ഷനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതിനാൽ വാല്യൂ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റിക്കേഴ്സും മെഹന്തിയോ ഒന്നും ഈ സമയത്ത് കൈകളിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ, അതുപോലെ സൂര്യൻ്റെ പ്രകാശം, ഇതെല്ലാം ഇതിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊന്നും ഇല്ലാതെ വേണം നിങ്ങൾ ഈ വാല്യൂ ചെക്ക് ചെയ്യാനായിട്ട്. നമ്മൾ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് നമ്മുടെ ഓക്സിജൻ്റെ അളവ് പരിശോധിക്കുന്ന സമയത്ത് 94 താഴെയാണ് അതിൻ്റെ അളവ് വന്നതെങ്കിൽ വീണ്ടും ഒന്ന് പരിശോധിക്കണം. അതിൻ്റെ മുന്നേ ഒരു 6 മിനിറ്റ് റൂമിൽ തന്നെ നടക്കുക. അപ്പോൾ എത്ര ദൂരം നടക്കാൻ കഴിയുമോ അത്രയും ദൂരം നടക്കുക. അതിനുശേഷം വന്ന് വീണ്ടും ആ ചെയറിലിരുന്ന് വീണ്ടും ഒന്നുകൂടെ പരിശോധിക്കുക. അപ്പോൾ 94 താഴെയാണ് ഇതിൻ്റെ വാല്യൂ എങ്കിൽ ആ മുന്നേ കിട്ടിയ വാല്യൂവിനേക്കാൾ 4% കൂടെ താഴെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും ഡോക്ടറെ കാണണം എന്ന് തന്നെയാണ് അത് കാണിക്കുന്നത്. കോവിഡ് ഉള്ള സമയത്ത് നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിന് ചിലപ്പോൾ ഹീമോഗ്ലോബിനുമായി ചേരാൻ കഴിയാതെ വരും. ആ ഒരു സമയത്ത് ഇതുപോലെയുള്ള ഓക്സിജൻ്റെ അളവ് കുറയാം. അപ്പോൾ നിർബന്ധമായും ഇങ്ങനെ ഐസൊലേഷനിലുള്ളവരാണെങ്കിൽ വാല്യൂ കുറയുമ്പോൾ ഉടനെ ഡോക്ടറെ കാണാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒറിജിനലാണ് ഒരു പൾസ് ഓക്സിമീറ്റർ എന്ന് അറിയാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ ഞാൻ പറഞ്ഞു, ഇതിൽ റേഡിയൽ ആർട്ടറി പോകുന്നുണ്ട്. അപ്പോൾ റേഡിയൽ ആർട്ടറി കൂടെ പൾസ് അറിയാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ ഈ 3 ഫിംഗർ ഉപയോഗിച്ച് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ റേഡിയൽ പൾസ് നമുക്ക് അറിയാം. അപ്പം പൾസ് ഓക്സിമീറ്റർ ഇല്ലാത്തൊരു സമയത്താണെങ്കിൽ നമ്മുടെ പൾസ് അറിയാൻ ആ വഴി കഴിയും. പൾസ് ഓക്സിമീറ്റർ ഒറിജിനൽ ആണോ എന്ന് അറിയാനുള്ളൊരു ടെസ്റ്റാണ് അലൻസ് ടെസ്റ്റ്. അതായത് ഈ റേഡിയൽ ആർട്ടറിയും അൾനാർ ആർട്ടറിയും ബ്ലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ പൾസ് ഓക്സിമീറ്ററിൽ റീഡിങ് എടുത്ത് നോക്കുന്ന മെത്തേഡാണ് അത്. കാണിക്കാം. ഇങ്ങനെ വെച്ചു. അതിനുശേഷം ഇത് ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇവിടെ ഓൺ ചെയ്തു. വാല്യൂ കാണിക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു പൾസ് ഓക്സിമീറ്റർ വാങ്ങുകയാണെങ്കിൽ നിർബന്ധമായും ആദ്യം ചെയ്യേണ്ടത് വീട്ടിലുള്ള എല്ലാവരുടെയും ഓക്സിജൻ്റെ അളവ് ആദ്യം നോട്ട് ചെയ്യാം. എന്നിട്ട് ഒരു ബുക്കിൽ എഴുതി വയ്ക്കാം. അപ്പോൾ ചില ഓക്സിമീറ്ററുകളാണെങ്കിൽ എല്ലാവരുടെയും ഒരേ റീഡിങ് കാണിക്കുന്നവയുണ്ട്. അത് ഫേക്കായ ഓക്സിമീറ്ററാണ്. അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. അതുപോലെ പെന്ന് അതുപോലെയുള്ള വേറെ കീ ഇതൊന്നും ഈ പൾസ് ഓക്സിമീറ്ററിന് ഉള്ളിൽ വെച്ചിട്ട് ചിലർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് കാണാറുണ്ട്. ഇത് സെൻസർ കേടാവാൻ ഇടയാക്കും. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. കൊറോണ പേഷ്യൻസിൽ പല ഹോം ഐസൊലേഷനിൽ ഇരിക്കുന്നവരിൽ പലരിലും ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഓക്സിജൻ്റെ അളവ് കുറയാറുണ്ട്. ഇതിനെ ഹാപ്പി ഹൈപ്പോക്സിയ എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ ഒരു പൾസ് ഓക്സിമീറ്റർ വീടുകളിലുള്ളത് വളരെ സഹായിക്കും. അപ്പോൾ കഴിയുന്നതും എല്ലാവരും വീടുകളിൽ ഒരു പൾസ് ഓക്സിമീറ്റർ വാങ്ങി വയ്ക്കാനായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വരും ദിവസങ്ങളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്